എറണാകുളം തിരുവാണിയൂരിൽ പെട്രോൾ പമ്പിൽ 5 കിലോയുടെ ചോട്ടു ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യാൻ അധിക വില ഈടാക്കുന്നുവെന്ന് പരാതി. ലീഗൽ മെട്രോളജി വകുപ്പ് പമ്പിൽ മിന്നൽ പരിശോധന നടത്തി. പമ്പുടമയിൽ നിന്ന് 10,000 രൂപ പിഴ ഈടാക്കി. ഇതാണ് ചോട്ടു. വീട് വിട്ടും മറ്റും ജോലിക്കുമായി പല നാടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു മാർഗം. പക്ഷേ എറണാകുളത്തെ പല പെട്രോൾ പമ്പുകളും ഇപ്പോൾ ഈ ചോട്ടു വിൽക്കുന്നത് അധിക വില ഈടാക്കിക്കൊണ്ടാണ്. സാധാരണക്കാരുടെ വയറ്റത്തടിച്ചുകൊണ്ടാണ്. തിരുവാണിയൂർ വെണ്ണിക്കുളത്തെ ജയശ്രീ പെട്രോൾ പാർക്കിന് എതിരെയാണ് ആലപ്പുഴ സ്വദേശി ശ്രീരാഗ് ലീഗൽ മെട്രോളജി വകുപ്പിൽ പരാതി നൽകിയത്. ജയശ്രീ പെട്രോൾ പാർക്ക് എന്ന് പറയുന്ന പെട്രോൾ സ്റ്റേഷനിൽ എൻ്റെ കൊമേഴ്സിൽ 5 കിലോയുടെ ചോട്ടു സിലിണ്ടർ എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഓയിലിൻ്റെ ചോട്ടു സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇത് റീഫിൽ ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ എനിക്ക് 550 രൂപ അവർ ഈടാക്കുകയുണ്ടായി. ഈ പറയുന്ന ഇന്ത്യൻ ഓയിലിൻ്റെ മേലധികാരിയോട് ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ 5-10 രൂപയുടെ ഒരു ഡിഫറൻസേ വരാറുള്ളൂ, ഇത്രയും വരേണ്ട ഒരു റീസൺ ഇല്ല. പരാതി എത്തിയതോടെ എറണാകുളം ലീഗൽ മെട്രോളജി വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന പമ്പിലേക്ക്. മെട്രോളജി വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ കാലി സിലിണ്ടറിൽ ഗ്യാസ് റീഫിൽ ചെയ്തപ്പോൾ ഈടാക്കിയത് 505 രൂപ. 477 രൂപ 50 പൈസയാണ് 5 കിലോ സിലിണ്ടർ റീഫിൽ ചെയ്യാനുള്ള നിലവിലെ തുകയെന്നിരിക്കെ 27 രൂപ 50 പൈസ അധികമായി വാങ്ങി. 432 രൂപയ്ക്കാണ് ഏജൻസികളിൽ നിന്ന് പമ്പിൽ സിലിണ്ടറുകൾ എത്തുന്നത്. ന്യായമായ ലാഭത്തിനും പുറമെയാണ് ഈ അമിത വില ഈടാക്കൽ. ലീഗൽ മെട്രോളജി മധ്യമേഖല ജോയിന്റ് കൺട്രോളർ രാജേഷ് സാമിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഡൊമസ്റ്റിക് സിലിണ്ടർ വാങ്ങിക്കുന്നവരുടെ അപേക്ഷിച്ച് വളരെ കൂടുതൽ വില കൊടുത്താണ് ഈ 5 കിലോ സിലിണ്ടർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു എക്സോബിറ്റൻ പ്രൈസ് വാങ്ങിക്കുക എന്നുള്ളത് തികച്ചും ഒരു ചൂഷണം തന്നെയാണ്. അപ്പോൾ അതിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അമിതവില ഈടാക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പമ്പുടമയിൽ നിന്ന് 10,000 രൂപ പിഴ ഈടാക്കി. ചോട്ടു ഗ്യാസ് റീഫില്ലിംഗിൽ ലാഭമില്ലെന്നും സേവന മനോഭാവത്തോടെയാണിത് ചെയ്യുന്നതെന്നും പമ്പുടമ. ഒരു കാരണവശാലും ലാഭകരമല്ലാത്തൊരു കാര്യമാണ്. സർവീസ് എന്ന നിലയ്ക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആഴ്ചയിലെ ഇൻവോയ്സ് എത്രയാണെന്ന് അറിയാൻ പാടില്ലാകുകയും അത് നല്ല അൺഓതറൈസ്ഡ് ഒരാൾ എടുത്തു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ വന്ന ഒരു കുറവ് അത് ഞങ്ങൾ നികത്താം, എത്ര വേണമെങ്കിൽ നഷ്ടം കൊടുക്കാമെന്നും അദ്ദേഹത്തിനുണ്ട്. ഒരു ഇഗ്നോറൻസ് തന്നെയുമല്ല, ഇതൊരു ലാഭകരമല്ലാത്തതിനാൽ ഞാനിത് നിർത്താനും ശ്രമിക്കുന്നു. എറണാകുളത്തെ മറ്റു പല പമ്പുകളിലും ഈ സ്ഥിതി തുടരുന്നുണ്ടെന്നാണ് ആരോപണം. പമ്പുകളുടെയും സ്വകാര്യ ഏജൻസികളുടെയും തോന്നും മട്ടിൽ ഈ കുഞ്ഞൻ ഗ്യാസ് സിലിണ്ടറുകളുടെ വില നിശ്ചയിക്കാൻ വിട്ടുകൊടുക്കുന്നത് നമ്മുടെ അധികാരികളുടെയും പെട്രോൾ ഇന്ധന കമ്പനികളുടെയും പിടിപ്പുകേട് തന്നെയാണ്. ക്യാമറാമാൻ VS രാഹുലിനും വിഷ്ണുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.